ആഷിഖ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിടന്ന് അടിയുണ്ടാക്കിയ വലിയ വെപ്രാളങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു മേയർ ഉണ്ടായിരുന്നു വി രാജേഷ്. ഇന്ന് അദ്ദേഹം പുതിയൊരു രൂപത്തിൽ, പുതിയൊരു ഭാവത്തിൽ, പുതിയൊരു എനർജിയോടുകൂടി മാധ്യമങ്ങളെ കാണുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഫോട്ടോയും പ്രചാരണവും ഒക്കെ വ്യാജമാണ്. പഴയ ഏതോ ഫോട്ടോ കാണിച്ചിട്ട് ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ മാലിന്യത്തെ നീക്കാൻ കഴിയാത്ത അദ്ദേഹം, സ്വന്തം കോർപ്പറേഷനിലെ മാലിന്യത്തെ നീക്കാൻ കഴിയാത്ത അദ്ദേഹം, അപ്പോൾ ഈ പറഞ്ഞ പ്രചാരണങ്ങൾ തെറ്റാണ്, ഇവർ പറയുന്നതാണ്, ചൂണ്ടിക്കാണിക്കുന്നതാണ് തെറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് പറയാനുള്ളത് ഇയാളെ പറ്റി? ഇപ്പോ മേഘ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് സ്വന്തം പാളയത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചീഞ്ഞളിയുമ്പോൾ സ്വന്തം അല്ലെങ്കിൽ താൻ ഭരിക്കുന്ന ഈ കോർപ്പറേഷന്റെ ചുവട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഇളഭ്യനായിരിക്കുക എന്നുള്ള അവസ്ഥയാണ് വി രാജേഷിന്. ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന വി ശിവൻകുട്ടിയും ഇപ്പോൾ നിലവിലെ മേയറായ വി രാജേഷും തമ്മിൽ ഒരു ശീതയുദ്ധം നടക്കുകയാണ്. അതായത് വി ശിവൻകുട്ടിയുടെ പ്രധാന കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ വേസ്റ്റ് മാനേജ്മെന്റ് ശരിയായി നടക്കുന്നില്ല, മലിനീകരണമാണ്, കൂടാതെ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നു, കൂടാതെ ജലത്തിന്റെ ലഭ്യത കുറയുന്നു, വേണ്ട രീതിയിൽ കോർപ്പറേഷൻ ഈ പ്രശ്നങ്ങളൊന്നും ഇടപെടുന്നില്ല എന്ന രീതിയിലുള്ള എല്ലാം ഈ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷെ അതിനെല്ലാം പരിപൂർണമായി തള്ളുകയാണ് നിലവിലത്തെ മേയർ. ഈ മേയർക്ക് ഇതെന്താണ് നടക്കുന്നുള്ള കാര്യം ശരിക്കും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമുണ്ടെങ്കിൽ ഈ ഒരു ആരോപണത്തെ തള്ളി ഈ രംഗത്തെത്തേണ്ട ആവശ്യമില്ല. അതെ, ഇപ്പോ എനിക്ക് തോന്നുന്നു എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പായി. മേയർ കസേരയൊക്കെ ചിലപ്പോൾ തെറിക്കുമായിരിക്കും. അപ്പോൾ ഇനിയുള്ള ഇമേജ് സേവിങ്ങിന്റെ ഭാഗമാണ് ഈ പോകുന്ന കാര്യങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നാളെ അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ സുഗതൻ പങ്കെടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും കൗൺസിലർ സ്ഥാനം അങ്ങോട്ട് റദ്ദാകും. അപ്പോൾ ഈ പറഞ്ഞ ഭരണസമിതി താഴെ വീഴും, കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു, ബിജെപിയുടെ ഭരണസമിതി നിലംപൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഭരിച്ച 6 മാസം ഞാനിവിടെ ഒന്നും ചെയ്തില്ലെന്ന് നിങ്ങൾ പറയരുത്, ഇവിടെ മാലിന്യ പ്രശ്നമാണെന്ന് പറഞ്ഞവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക, തെറ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു റീഡിങ് അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സുഗതന്റെ ഈ പറഞ്ഞ ജാമ്യം കിട്ടുന്നതിന് കുറെ തടസ്സങ്ങളുണ്ട്. ഉപദേശക സമിതി പറഞ്ഞിട്ടുണ്ട്, അതായത് ജാമ്യത്തിനുള്ള നൂലാമാലകൾ കൂടുതലാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ സുഗതൻ പുറത്തിറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, വി രാജേഷ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം. ഈ 6 മാസങ്ങളെങ്കിലും ചെയ്ത കാര്യങ്ങളെ പറ്റി അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. കൃത്യമായി പറ്റുമെങ്കിൽ ഡെയിലി മാധ്യമങ്ങളെ കാണണം, ചെയ്തു എന്ന് പറയണം. അതെ, അത് മാത്രമല്ല ഒന്നും ചെയ്തില്ല എന്ന് വി രാജേഷിനെ കുറിച്ചൊന്നും പറയില്ല മേഘ. അതായത് അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. അതായത് ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ഹരിതകർമ്മ സേന ഉണ്ടല്ലോ, ഹരിതകർമ്മ സേനയുടെ ആ യൂണിഫോം പച്ചയിൽ നിന്നും മാറ്റി കാവി കളർ ആക്കിയിട്ടുണ്ട്. അപ്പോ രാജേഷ് ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ മേയർ ഒന്നും ചെയ്തില്ല എന്ന് മേഘ ഒരു കാരണവശാലും പറയരുത്. അദ്ദേഹം ഇതുപോലൊരു വലിയൊരു എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ഒരു മേയർ കസേരയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ആഷിഖ്, ഞാൻ കാണുന്ന സ്വപ്നമൊന്നുമില്ല. ഞാൻ കാണുന്ന സ്വപ്നം എന്തായാലും തിരിച്ച് ഈ പറഞ്ഞ എന്താണ് ഹരിതകർമ്മ സേനയുടെ യൂണിഫോം കാവിയിൽ നിന്ന് പച്ചയിലേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമുണ്ട്. അതിന് മുൻപായി ഞാൻ കാണുന്ന കിനാശ്ശേരി എന്ന് പറഞ്ഞാല് സുഗതന്റെ കൗൺസിലർ സ്ഥാനം പോകുന്നു, അത് കഴിഞ്ഞ് ഭരണസമിതി താഴെ വീഴുന്നു, വീണ്ടും വി രാജേഷ് മേയർ കസേരയിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്വൽ, കോർപ്പറേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷ്വൽ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ശബരിനാഥൻ മേയറാകും. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞ് ശബരിനാഥൻ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞങ്ങളുടെ അഭിപ്രായമാണ്, ഈ പറഞ്ഞ ഹരിതകർമ്മ സേനയുടെ യൂണിഫോം ഒന്ന് തിരിച്ചു മാറ്റി കൊണ്ടുവരണം. അതെ, കാരണം ഈ ഒരു കാവി യൂണിഫോം അല്ലെങ്കിൽ കാവി കോട്ടിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഓരോ വീടുകളിലൊക്കെ എത്തുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളെ കണ്ടിട്ട് വീട്ടുകാർ വരെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശവാസികളെല്ലാം തെറ്റിദ്ധരിക്കും, ഇവരാരാണ്, ഇത് എവിടെ നിന്നാണ് ഈ വരുന്നതെന്നെല്ലാം നോക്കി തെറ്റിദ്ധരിക്കില്ലേ. അതായത് 2017 മുതൽ ഈ ഹരിതകർമ്മ സേനയുടെ ഈ യൂണിഫോം ഓൾറെഡി ഗ്രീൻ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഐഡന്റിറ്റി ഈ യൂണിഫോമും ഇവരുടെ ഈ ഒരു 4-5 പേരുമായിട്ടുള്ള ഒരു വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ, അതാണ് ഇവരുടെ ഒരു ഐഡന്റിറ്റി. ഒരു കുടുംബക്കാർ അല്ലെങ്കിൽ ഈ ഓരോ വീട്ടുകാരുമായിട്ടുള്ള ഇവരുടെ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഇവരുടെ ആ യൂണിഫോം, അങ്ങനെ അവരോടുള്ള ഒരു
ഒരു സൗഹൃദം തകരുകയാണ് ഈ യൂണിഫോമിന്റെ ഇംപ്ലിമെന്റേഷൻ. ഈ ഒരു ഹരിതകർമ്മസേനയിലേക്ക് ഇടയ്ക്ക് തള്ളിക്കയറ്റുന്ന ഈ കാവ്യവൽക്കരണം ഇതാരുടെ പ്ലാനാണെന്നുള്ളത് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെന്ന് അറിയാൻ പാടില്ല, പച്ചയോട് ചെറിയൊരു അലർജി എന്നൊക്കെ ലൈക്ക് ജോക്സ് അപ്പാർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. വേസ്റ്റ് മാനേജ്മെന്റ് കഴിഞ്ഞ കോർപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതുപോലെ ഒരു ഡംപിങ് യാർഡിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു, അത് കൃത്യമായി സംസ്കരിക്കുന്ന ഒരു രീതിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് BJP ഭരണസമിതി വരുന്നു, അവർക്കും ഇത് കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം ആറ്റുകാൽ പൊങ്കാല വരുന്നു, അതിനുശേഷമുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുന്നു. അത് ഒരു പക്വത വരാത്തൊരു ഭരണസമിതി, അല്ലെങ്കിൽ ഇപ്പോൾ കയറിയ ഭരണസമിതി എന്നുള്ള നിലയിൽ അവരെ വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. അവർക്ക് വേണ്ട സമയം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ന്യായീകരണം നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഡിസംബറിൽ ഭരണസമിതി വന്നതിന് ശേഷം ഇപ്പോൾ ജൂലൈ ആകുന്നു, ജൂലൈയും പകുതിയോട് അടുക്കുന്നു. അപ്പോൾ ഇത്രയും കാലമൊക്കെ മതി. ഇപ്പൊ പഠിക്കാനെന്ന് പറഞ്ഞ സ്കൂളോ അംഗനവാടിയോ ഒന്നും അല്ലല്ലോ. ഒരു ജില്ലയെ സംബന്ധിച്ച്, ഒരു കോർപ്പറേഷനെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട, കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു ഭരണസമിതി പക്വത പ്രാപിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ ജനുവരിയിലാണ് ഈ ഭരണസമിതി അധികാരത്തിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം VV രാജേഷുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്, അത് കൃത്യമായിട്ട് നടത്താൻ ഉള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞു. എന്തുകൊണ്ട് അത് നടപ്പിലാക്കിയില്ല? അന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തിയത്. പക്ഷെ അത് എവിടെയോ പാളിപ്പോയിട്ടുണ്ട്. അതിന്റെ ലൈക്ക് പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വന്നപ്പോൾ, അത് നടപ്പിലാക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പാളിപ്പോയി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം ഈ പറഞ്ഞ കാപ്പ കേസ് പ്രതിയെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഇപ്പോൾ ഭരണം നിലനിർത്താനാണെങ്കിൽ പോലും ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൗൺസിലർ ആയിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്? അത് മാത്രമല്ല മേഘ, ഇപ്പോ 6 മാസം പിന്നിടുന്നു എന്ന് പറയുന്നു. ഇവർ ഈ ഇലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ആയിരിക്കില്ലേ ഈ BJPയുടെ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ടാവുക. അതിൽ ഓരോ പ്രഖ്യാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേക ഈ ഒരു ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാഗ്ദാനമുണ്ട്. അതായത് നദികളെയെല്ലാം മലിനീകരണത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു ഗംഗാ നദി പോലുള്ള ഒരു രീതിയിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഒരു മാലിന്യ സംസ്കരണം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ശരിക്കുള്ള ഗംഗാ നദിയുടെ അവസ്ഥയായി നമ്മുടെ തിരുവനന്തപുരത്തുള്ള സകല ആറുകളും അല്ലെങ്കിൽ ജലാശയങ്ങളും എല്ലാം മാലിന്യം കൊണ്ട്, അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോടിനേക്കാൾ ഏറ്റവും ഒരു ദുർഘട അവസ്ഥയിലൂടെയാണ് അവിടെയുള്ള ജലാശയങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു 6 മാസങ്ങൾ നിങ്ങൾക്ക് പോരെ ഇതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾക്ക് കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഒരു 1-2% എങ്കിലും നിങ്ങൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തുകൂടെ? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. അതെ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള സിറ്റി ലിമിറ്റ്സിലൊക്കെ നമ്മൾ വെറുതെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വർഷം മുന്നത്തെയും ഇപ്പോഴത്തെയുമായ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് മനസ്സിലാകും. ശരിക്കും ശുചിത്വക്കുറവുണ്ട് പലയിടങ്ങളിലും. ഈ പറഞ്ഞ വൃത്തിയാക്കുന്ന പ്രക്രിയകൾ, സ്റ്റാഫ് കോർഡിനേഷനോ എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ സ്റ്റാഫ് ജോലി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ഉറപ്പാക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ മാർക്ക് ഇടുകയാണെങ്കിൽ ഒരു 50% എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ന്യായീകരണങ്ങളുമായി വേണമെങ്കിൽ മുന്നോട്ട് വരാം. പക്ഷേ ഒരു പരാജയത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, BJP നയിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.